വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി പലപ്പോഴും വിദ്യാഭ്യാസ വായ്പകളെ ആശ്രയിക്കാറുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ വായ്പകളാണ് ഉള്ളത്. മോഡൽ എഡ്യൂക്കേഷൻ ലോണും വിദ്യാലക്ഷ്മി വായ്പാ പദ്ധതിയുമാണ്. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ തയ്യാറാക്കി ബാങ്കുകൾ വഴി നൽകുന്ന വായ്പയാണ് മോഡൽ എഡ്യൂക്കേഷൻ ലോൺ. ഈ വായ്പാ പദ്ധതി അനുസരിച്ച് 4 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് ഈടൊന്നും നൽകേണ്ടതില്ല. 4 മുതൽ 7.5 ലക്ഷം വരെയാണെങ്കിൽ മാതാപിതാക്കൾ കൂടാതെ ബാങ്കിന് സമ്മതമായ മറ്റൊരു ജാമ്യക്കാരൻ കൂടി ആവശ്യമായി വരും. 7.5 ലക്ഷത്തിന് മുകളിലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈടുകൾ ആവശ്യപ്പെട്ടേക്കാം. ഇത്തരം വായ്പ എടുക്കുമ്പോൾ ബാങ്കുകൾ ഇൻഷുറൻസ് എടുക്കണമെന്നും ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഈ വായ്പാ പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും സമ്മതമാണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കേണ്ടതുള്ളൂ. ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്ക് നിർബന്ധമായും പറയാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. ഈടൊന്നും നൽകാത്ത വായ്പ എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്കുകൾ നിർബന്ധമായും പറയുന്നത്. വായ്പാ തുകയിൽ കുറയാത്ത രീതിയിലാണ് വിദ്യാർത്ഥിയുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെടാറുണ്ട്. വായ്പാ കാലാവധി മുഴുവൻ നിലനിൽക്കുന്ന രീതിയിലാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്. പഠന സമയത്തോ അല്ലെങ്കിൽ വായ്പ നിലനിൽക്കുന്ന സമയത്തോ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വായ്പാ തുക കുടുംബത്തിന് വന്നുചേരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത്. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനുള്ള തുകയും ബാങ്കുകൾ വായ്പയായി നൽകാറുമുണ്ട്. കുറഞ്ഞ പ്രീമിയം നിരക്കിലായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് ബാങ്കുകൾ വഴി നടപ്പിലാക്കിയിട്ടുള്ള വായ്പാ പദ്ധതിയാണ് വിദ്യാലക്ഷ്മി വായ്പ. ഈ പദ്ധതി അനുസരിച്ച് ഇൻഷുറൻസ് എടുക്കണമോ വേണ്ടയോ എന്ന് വിദ്യാർത്ഥികളോ മാതാപിതാക്കളോ അല്ല തീരുമാനിക്കുന്നത്. വായ്പ നൽകുന്ന ബാങ്കുകളാണ് ഇൻഷുറൻസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുന്നത് ചില ഘട്ടങ്ങളിൽ ആശ്വാസമായ ഒന്നാണ്. ഇത്തരം വായ്പകൾ എടുക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാങ്കുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ വായ്പയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ബാങ്കുകളുടെ നിബന്ധനകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള വായ്പകൾ എടുക്കുക.